സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലുമൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. ഞങ്ങൾ ഇറങ്ങിപ്പോയവരല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കയറി ചെല്ലേണ്ട ആവശ്യമില്ല. സുന്നി ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അവസാനത്തെ നിലപാട് എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം കോട്ടക്കലിൽ നടന്ന മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് അദ്ദേഹം തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് പറഞ്ഞത്. ഇതോടുകൂടി സുന്നി ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതൊരു യോജിക്കാത്ത മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിലും യോജിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു ഐക്യം അസാധ്യമാണ് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇത് ആവേശത്തിന് പറയാന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയകാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാഠപുസ്തകത്തിലെ മാറ്റങ്ങൾ പോലും യഥാർത്ഥത്തിൽ രണ്ട് സുന്നി പക്ഷവും രണ്ട് രീതിയിലാണ് നടത്തുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് സ്ഥാപനങ്ങളായും, അത് സ്ഥാപനിച്ച പള്ളിയാണെങ്കിലും മദ്രസ ആണെങ്കിലും അറബിക് കോളേജ് ആണെങ്കിലും സാമൂഹ്യ സേവന രംഗത്താണെങ്കിലും വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത സംവിധാനത്തോടു കൂടി അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടി ഒരു യോജിപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. സമുദായത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. ഏതായിരുന്നാലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ അന്ന് പോയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മുത്തുക്കോയ തങ്ങളാണ് കാസർഗോഡ് അവസാനിച്ച സമസ്ത സമ്മേളനത്തിന് 100ാം വാർഷികത്തോടാണ് അനുബന്ധിച്ച് അവസാനത്തെ ദിവസം, അതായത് 4, 5, 6, 7, 8 തീയതിയിലായിരുന്നു ഈ കാസർഗോഡ് കുനിയയിൽ വെച്ചിട്ട് ഈ സമ്മേളനം നടന്നത്. അവസാനത്തെ ദിവസമാണ് ഗർവാപ്പസി എന്ന പ്രയോഗത്തോടു കൂടി പിരിഞ്ഞു പോയവർ തിരിച്ചു വരണം എന്നുള്ള പരാമർശം നടത്തിയത്. അത് സമസ്തയിൽ നിന്ന് ഞങ്ങൾ അതിന് മറുപടിയായിട്ടാണ് കാന്തപുരം പറയുന്നത്, സമസ്തയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചു വരേണ്ട കാര്യമില്ല. അന്ന് എടുത്ത തീരുമാനങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ വന്നവർക്ക് അത് അറിയില്ല. മുത്തുക്കോയ തങ്ങൾ ഉദ്ദേശിച്ചായിരിക്കും ഒരു പക്ഷേ പറഞ്ഞത്, ഇനി ആരെയും ഉദ്ദേശിച്ചിട്ടല്ലായിരിക്കും, അതിനെപ്പറ്റി നമുക്കറിയില്ല. വിട്ടുപോയ സുന്നി സംഘടനകൾ തിരിച്ചു വരണം എന്ന സമസ്തയുടെ 100ാം വാർഷിക പരാമർശത്തോടനുബന്ധിച്ചുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതിന് ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സാധാരണഗതി ഒരു നിയമസഭയായിട്ട് ബന്ധപ്പെട്ട് MLA മാർ അഭിപ്രായം പറയാറുണ്ടല്ലോ, പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനം നടത്താറുണ്ട്. അതിൻ്റെ അടിസ്ഥാനം MLA മാർക്ക് സ്ഥാനം പോകും എന്നാണോ? അതല്ല, അവരുടെ നിലപാടുകൾ പറയാണ്. അന്നും ഉണ്ടായത് അതേ നിലപാടാണ്. ഈ നിലപാടുമായി ബന്ധപ്പെട്ട് ഇനി ഒരു അവസാനത്തെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന, അതായത് അടുത്ത വർഷമാണ് സമസ്തയുടെ 100ാം വാർഷികം കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെതായിട്ട് നടത്തുന്നത്. 2027 ജനുവരി മാസം 28, 29, 30, 31 തീയതികളിൽ 4 ദിവസം. EK സുന്നി വിഭാഗത്തിൻ്റെ 5 ദിവസമായിരുന്നു, ഇത് 4 ദിവസമാണ് നടത്തുന്നത്. മലപ്പുറത്ത് വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപക്ഷെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗർവാപ്പസി എന്ന് പറഞ്ഞത് ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകും. അഥവാ EK സുന്നി വിഭാഗം AP സുന്നിയിലേക്കാണ് ചേരേണ്ടത് എന്നത് പോലും പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം അന്നത്തെ സമസ്തയിൽ സെക്രട്ടറി ആയിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അപൂർവമായിരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് അന്നത്തെ സമസ്തയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർ. അതിൽ ഏറ്റവും ശ്രദ്ധേയനായിരിക്കുന്ന വ്യക്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ്. നമുക്കതിൻ്റെ പിന്നിട്ട വഴികൾ, പ്രസിഡന്റുമാരും കാന്തപുരം ഉസ്താദ് വഹിക്കപ്പെട്ട ആ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വർഷത്തെക്കുറിച്ചൊക്കെ ഒന്ന് പരാമർശിച്ചു പോകാം. വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. 926 കാലം. സ്ഥാപകനും സ്ഥാപക പ്രസിഡന്റും അദ്ദേഹമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കൊടുമ്പിരി കൊള്ളുന്ന സമരം നടക്കുന്നതിനിടയിൽ മുസ്ലിം ഐക്യവും ഏകോപനവും ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ ഒരു ഏകോപനം മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഇടയിലും പ്രവർത്തനത്തിൻ്റെ ഇടയിലും ആരാധനത്തിനിടയിലും കൂടിച്ചേരുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ
1926 കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കുന്നത്. 926 മുതൽ 933 വരെ അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. 933 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായി. അദ്ദേഹം 945 വരെ 933 45 വരെ അദ്ദേഹമായിരുന്നു. 945 മുതൽ വലക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ 965 വരെ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. പിന്നീട് വന്നത് 965 കാലഘട്ടത്തിൽ കെ സദഖത്തുള്ള മുസ്ലിയാർ 967 വരെ. ഈ കാലഘട്ടത്തിലാണ് AP അബൂബക്കർ മുസ്ലിയാർ സംസ്ഥയുടെ സെക്രട്ടറി ആവുന്നത്. പിന്നീട് 967 93 കാലഘട്ടം വരെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സംസ്ഥയുടെ പ്രസിഡന്റായി. ശേഷം കെ അബൂബക്കർ അസ്രദ് 993 മുതൽ 95 വരെ. 95 കാലഘട്ടത്തിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ച് കോയത്തങ്ങൾ 2004 വരെ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ 2004 മുതൽ 2012 വരെ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. പിന്നീട് 2012 ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ 2016 വരെ അദ്ദേഹം പ്രസിഡന്റായി. കുമാരംപുത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ 2016 2017 കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു. പിന്നീടാണ് 2017 കാലഘട്ടം മുതൽ ജെഫ്രി മുത്തക്കോയ തങ്ങൾ പ്രസിഡന്റായി വരുന്നത്. ഇപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് 2026 നമ്മൾ നിൽക്കുന്നു, തുടർന്ന് വരുന്നു. 967 മുതൽ ഏകദേശം 989 വരെയാണ് AP അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറിയായി നിന്നത്. 2016 EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയിട്ടാണ് EK അബൂബക്കർ മുസ്ലിയാർ വരുന്നത്. 2016 കാലഘട്ടത്തിലാണ് 2019 EK അബൂബക്കർ മുസ്ലിയാർ മരണപ്പെടുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ സമസ്തയുടെ പ്രസിഡന്റുമാരായിരിക്കുന്ന നീണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. 926 മുതൽ നമ്മൾ 2026 വരെ 100 വർഷ കാലഘട്ടം. ഇതിൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റായിരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ സുന്നി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം പ്രസിഡന്റായിരുന്ന ആ കാലഘട്ടത്തിൽ പിന്നെ EK അബൂബക്കർ മുസ്ലിയാർ ആ സ്ഥാനത്തേക്ക് കയറി വന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2016 പിന്നെ അദ്ദേഹം വന്നത് എന്ന റിപ്പോർട്ട് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറും AP അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി ആയിരുന്ന ആ കാലഘട്ടം. അത് വിവാദം ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ EK സുന്നി വിഭാഗവും AP സുന്നി വിഭാഗവും 2 ഭാഗമായിട്ട് തിരിയപ്പെട്ടു. ആ തിരിയപ്പെട്ടതോടുകൂടി EK സുന്നി വിഭാഗത്തിന് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം രാഷ്ട്രീയപരമായ രീതിയിൽ മുസ്ലിം ലീഗ് ചെയ്തു. അതുകൊണ്ട് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം, പ്രവർത്തന സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊക്കെ വലിയ സുരക്ഷിതത്വം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് EK സുന്നികൾക്ക് കിട്ടി. AP അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സംരക്ഷണം ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. കമ്മ്യൂണിസം പ്രത്യയശാസ്ത്രപരമായ രീതി വലിയ അകൽച്ച ഉള്ളതുകൊണ്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ നിന്നു. അവർ ഒറ്റക്ക് പോരാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റപ്പെട്ടു. അതായത് ജമാഅത്തെ ഇസ്ലാമിയും സുന്നി വിഭാഗത്തെ എതിർത്തിട്ടുണ്ട്, മുജാഹിദ് ഏതായാലും എതിർത്തിട്ടുണ്ട്, EK വിഭാഗം എതിർത്തുകൊണ്ട് നിൽക്കുന്നു, അതോടൊപ്പം മുസ്ലിം ലീഗ് ചേരുന്നു. അങ്ങനെ സർവ്വലാലും വിമർശിക്കപ്പെടുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഏകനായി നിന്നുകൊണ്ട് അതിജീവിച്ചു എന്നുള്ളതാണ് കാന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് കാലഘട്ടം ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയ സംരക്ഷണം എന്ന തരത്തിലൊക്കെ ഇടതുപക്ഷം സുന്നി വിഭാഗത്തോടോ അല്ലെങ്കിൽ AP സുന്നി വിഭാഗം അവരോട് അടുക്കാൻ തുടങ്ങിയത്. അതൊരു സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആശയപരമായിരിക്കുന്ന യോജിപ്പല്ല എന്നുള്ളത് പ്രകടവുമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്. വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുന്ന സമയത്തും മറ്റ് ഈ രാഷ്ട്രീയ ഏകോപനം ഉണ്ടാക്കുന്ന സമയത്തും സാമൂഹ്യ പ്രവർത്തനം ഉണ്ടാകുന്ന സമയത്തും മതപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കുന്ന കാര്യത്തിലെല്ലാം AP സുന്നി വിഭാഗം വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു. അത് പ്രാദേശിക തലത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്കും അവിടുന്ന് അന്തർദേശീയ തലത്തിലേക്കും ഈ വ്യാപിച്ച് കിടക്കുന്ന ഒരു നോളേജ് സംവിധാനമായിട്ട് അത് മാറുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ പ്രസക്തി. ഇനി സുന്നി ഐക്യവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് 2 വിഭാഗവും വളരെ വാശിയോട് കൂടിയിട്ടാണ് മതസ്ഥാപനങ്ങൾ അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ചട്ടക്കൂട് ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം ഈ സ്ത്രീകൾക്കും മുസ്ലിം പുരുഷന്മാർക്കുമായിരിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള അകൽച്ച, ആ മതിൽക്കെട്ടുകൾ പൊളിച്ച് ചെയ്തത് AP അബൂബക്കർ മുസ്ലിയാരാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു മതിൽക്കെട്ട് ഉണ്ടായിരുന്നു. ഭൗതിക വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് വലിയ നിയന്ത്രണം. കുട്ടികൾക്ക് അവർ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ കഴിഞ്ഞോട് കൂട്ടിയിട്ട് കല്യാണം കഴിച്ച് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. അത് പോരാ, സാമൂഹ്യപരമായ രീതി അവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്, അവർക്കും പറയാനുണ്ട്, അവർക്കും പ്രവർത്തിക്കാനുണ്ട്, സേവനം ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ആ ഒരു മതിൽക്കെട്ടുകളൊക്കെ തകർത്തുകൊണ്ട് വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയപ്പോൾ
ഇന്ന് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലകളിലെ മുന്നേറ്റത്തിൽ സുന്നി വിഭാഗങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ വസ്ത്രധാരണയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. തുണിയും ഷർട്ടും ഒക്കെ ഇട്ടുകഴിഞ്ഞിട്ടായിരുന്നു മുമ്പത്തെ കാലത്തെ കുട്ടികളൊക്കെ മതവിദ്യാഭ്യാസം പഠിച്ചിരുന്നത്. ഇന്ന് അറബി കോളേജിലെത്തിയാൽ അത് ഫാൻഡായി, അത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ അറബികൾ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണയിൽ മാറ്റം വന്നു, ജീവിത രീതിയിൽ മാറ്റം വന്നു, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വന്നു, സാമ്പത്തിക രംഗത്ത് മുന്നേറ്റം വന്നു. അങ്ങനെ വലിയ രീതിയിൽ സാമൂഹികപരമായിരിക്കുന്ന ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തോടൊപ്പം തന്നെ ഇ.കെ. വിഭാഗവും നടന്നു. രാഷ്ട്രീയപരമായ രീതിയിൽ മുത്തുക്കോയ തങ്ങളുടെ ചില പ്രസ്താവനകൾ എടുത്ത് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാലത്തും സർക്കാരുമായി ഏറ്റുമുട്ടുന്നത് ഉചിതമല്ല. അവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന മേഖലയൊക്കെ സഹകരിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിരിക്കുന്ന ഗുണമുണ്ടാവും. ഈ ഒരു രേഖ വരച്ചത് കാന്തപുരമാണ്. ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് നിന്ന് എന്തിന് യുദ്ധം ചെയ്യുന്നു? അവരുമായിട്ട് യോജിക്കാൻ പറ്റുന്ന രീതിയിൽ യോജിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടും. റോഡുകളോ സൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കിട്ടും. എന്തെങ്കിലും തടസ്സ കാര്യങ്ങളുണ്ടെങ്കിൽ നീക്കാൻ വേണ്ടി പറ്റും. ഗവൺമെൻറ് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഗുണങ്ങളുണ്ടാവും എന്ന് കണ്ടുപിടിച്ചത് കാന്തപുരമാണ്. മുത്തുക്കോയ തങ്ങൾ അതിൻ്റെ പിന്നാമ്പുറം പോയി. അപ്പോൾ പല കാര്യത്തിലും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് വിയോജിപ്പ് പറയുകയും ഇടതുപക്ഷം അനുകൂലിക്കുകയും ചെയ്യുന്ന നിലപാടുകളൊക്കെ കഴിഞ്ഞ 5-8 വർഷമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. ഏത് രീതിയിൽ പറഞ്ഞാലും എന്തെങ്കിലും ഒരു പോരായ്മയോട് കൂടിയിട്ട് അത് അവസാനിക്കും. കാര്യം എന്ന് വെച്ചാൽ അത് ഒന്നിക്കുന്നതുകൊണ്ട് സമുദായത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്ത് ഗുണം അതുകൊണ്ട് ഉള്ളത്? ആശയപരമായ രീതിയിൽ ബാബരി മസ്ജിദ് പോലെയുള്ള പൗരത്വ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലെയുള്ള മുസ്ലിംകൾക്ക് മൊത്തത്തിൽ ബാധിക്കപ്പെടുന്ന വിഷയം ഉണ്ടെങ്കിൽ സുന്നി ഐക്യം മാത്രമല്ലല്ലോ, അതിൽ ജമാഅത്തും മുജാഹിദും ഒക്കെ ഒന്നിക്കണമല്ലോ. എല്ലാവരും കൂടി യോജിച്ചു കൊണ്ടുവരണം. മുസ്ലിങ്ങൾക്ക് മൊത്തത്തിലൊരു വിഷയം വരുന്ന സമയത്ത് യോജിക്കുന്ന മേഖലയിൽ അത് രാഷ്ട്രീയ മേഖല ആവാം, സാമുദായിക മേഖല ആവാം, അതിലൊന്നിക്കുന്നതിന് ആർക്കും വിരോധമില്ല. ആ ഒന്നിക്കുന്നതിനപ്പുറമായി സുന്നി ഐക്യം എന്ന പേരിൽ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു യോജിപ്പ് ഒരു പ്രത്യേകിച്ച് ഗുണമുണ്ടാകുമെന്ന് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത് എന്ന് ചുരുക്കം.